അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് ആണ്. ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ എന്താണ് ഒരു ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്സ് എന്നുള്ളതും എന്തൊക്കെ പ്രിൻസിപ്പിൾസുകളാണ് ഒരു ന്യൂസ് എഴുതുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള ടെക്നിക്സുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. നമ്മൾ യൂഷ്വലി എഴുതുന്ന റൈറ്റിംഗ്സുകൾ, ഇപ്പോ സ്റ്റോറി, എസ്സേ, ആർട്ടിക്കിള്, ഫീച്ചർ, അതുപോലെ തന്നെ അക്കാദമിക് റൈറ്റിംഗ്, ഇതിൽ നിന്നെല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് നമ്മുടെ ന്യൂസ് റൈറ്റിംഗിനുള്ളത്. ആ ഒരു ന്യൂസ് റൈറ്റിംഗ് എങ്ങനെയാ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് ലാംഗ്വേജിൽ എഴുതണം, ഏത് സ്ട്രക്ചറിൽ എഴുതണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തുകളിൽ നിന്ന് ഒരു ഡിഫൈനഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ന്യൂസ് റൈറ്റിംഗിനുണ്ട്. അപ്പൊ ആ ഒരു റൈറ്റിംഗ് ടെക്നിക്സുകളും ആ ഒരു റൈറ്റിംഗ് സ്ട്രക്ചറും പ്രിൻസിപ്പിൾസും ആണ് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിക്കുന്നത്. കാരണം നമ്മളൊരു ന്യൂസ് എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കും കൂടി വേണം. അതിനുള്ള കുറച്ച് ടെക്നിക്സും പ്രിൻസിപ്പിൾസും ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിക്കുന്നത്. അപ്പൊ ഒരു ന്യൂസ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അതിന് അഡോപ്റ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ, ഓർഡിനറി ആയിട്ടുള്ള ഒരു സിറ്റിസൺ, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ചുരുക്കം വേർഡ്സുകളിലാണ് നമ്മൾ ആ ഒരു സ്റ്റോറി എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊരു ന്യൂസ് സ്റ്റോറി തയ്യാറാക്കുമ്പോഴും അതിൽ ആദ്യം എഴുതുന്ന പാരഗ്രാഫ്, ആ ഒരു സ്റ്റോറിയുടെ അണ്ടറിൽ സ്റ്റോറിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് പാരഗ്രാഫിനെയാണ് നമ്മൾ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, ആ ഒരു ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി എടുക്കുക, ആ സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക, അതാണ് അതിന്റെ ലീഡ് എന്ന് പറയുന്നത്. കാരണം ഒരു ലീഡ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ സംഭവം, അത് എങ്ങനെയാണ് നടന്നത്, എന്തുകൊണ്ടാണ് നടന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്ലിംസ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ആ സ്റ്റോറി ഓൾ അബൌട്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ലീഡ് പാരഗ്രാഫില് ഒരു 25 to 30 വേർഡ്സിൽ, 25 അല്ലെങ്കിൽ 24 മുതൽ 30 വേർഡ്സിൽ മിനിമം വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൻഡിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയെ സമ്മറൈസ് ചെയ്യാണ് ആക്ച്വലി എന്തിൽ ചെയ്യുന്നത്, ലീഡിൽ ചെയ്യുന്നത്. ലീഡ് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു സ്കിൽഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിനായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ ഒരു ലീഡ് തയ്യാറാക്കാൻ പറ്റുന്നത്. കാരണം എന്റെ സ്റ്റോറിയാണ് വളരെ കുറഞ്ഞ വാക്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ന്യൂസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, അതിന്റെ ലീഡ് പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആണ് ആ സ്റ്റോറിയെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ധാരണ തരുന്നത്. മാത്രല്ല എന്താണ് ആ ഒരു എൻഡയർ ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ളത് നമ്മളോട് സമ്മറൈസ് ചെയ്ത് പറയുന്നതും ലീഡ് പാരഗ്രാഫ് ആണ്. ഈ ഒരു ലീഡിൽ വരുന്ന അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് എഴുതാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് 5W1H എന്ന് പറയുന്ന നോ സ്റ്റോറി എലമെന്റ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന 5Wന്റെയും 1Hന്റെയും ഒരു പ്രസൻസ് നമുക്ക് എവിടെ ഉൾപ്പെടുത്തണം, ലീഡിൽ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ലീഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു ഫംഗ്ഷൻ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ 5W1H എന്ന് പറഞ്ഞതിനകത്ത്? ഒരു ന്യൂസ് റൈറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ട്രഡീഷണൽ പ്രിൻസിപ്പിൾ ഓഫ് റൈറ്റിംഗ് എ ന്യൂസ് സ്റ്റോറി ആണ് എന്ത്, 5W1H എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ലീഡിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, 5W1H ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു ഉത്തരം കിട്ടിയാൽ തന്നെ നമുക്ക് ഏതാണ്ട് ആ സ്റ്റോറി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ് ഒരു 5W1H എന്ന് പറയുന്നത്? നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. 5W1H, അതായത് 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ 5W1H നമ്മൾ സീക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അതൊന്ന് നോക്കിയേ.
ഹൂ ഉണ്ട്, വാട്ട് ഉണ്ട്, വെൻ, where, why and how. ഈ പറയുന്ന 6 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് എവിടെ വരുന്നത്? ലീഡ് പാരഗ്രാഫിൽ വരുന്നത്. അപ്പൊ ഇത്തരം രീതിയിലുള്ള ലീഡ് പാരഗ്രാഫിൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, അതായത് ആ ഒരു സംഭവത്തിൽ ഒരു ഇവന്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടക്കുന്നു, ആ നടക്കുന്ന ഇവന്റില് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി അത് നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നു? ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഇനി അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നതാണ് അതിന്റെ ബോഡി പാരഗ്രാഫിലോട്ട് വരുന്നത്. അപ്പൊ ഇതിൽ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് പാരഗ്രാഫ് മസ്റ്റ് ക്ലിയർലി സ്റ്റേറ്റ് who, what happened, when did it happen, where did happen, why did it happen and how did it happen. ആർക്ക് സംഭവിച്ചു, എപ്പോ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് എവിടെ നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ എവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ലീഡ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നീട് ആ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ റിപ്പോർട്ടർ ആണ് ആ ന്യൂസിന്റെ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് ഇതിൽ നിന്നൊരു ഡബ്ല്യുവിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് നമ്മുടെ സ്റ്റോറിയിലുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഹു എന്ന് പറയുന്ന സബ്ജക്റ്റോ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, പിന്നീട് ആ സ്റ്റോറി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ആ ഹു എന്ന് പറയുന്ന ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. നമ്മുടെ ന്യൂസ് റൈറ്റിംഗിലുള്ള പ്രിൻസിപ്പലിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മൾ ലീഡ് പാരഗ്രാഫ് എഴുതുക എന്ന് പറയുന്നത്. ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് സ്റ്റോറിയാണ്. അതിൽ 5W1H എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ആ ഒരു ചോദ്യങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റെയർ ആയിട്ടുള്ള സ്റ്റോറിയെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരെ ക്ലിയർ ആയി ആ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ ഒരു സ്റ്റോറി ഐഡിയ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം രീതിയിലുള്ള 5W1H ഫോർമുല ഓഫ് റൈറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഓതറായിട്ടുള്ള എഡ്വേർഡ് കിപ്ലിംഗ് ആണ്. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഐ കീപ് 6 honest serving men. They taught me all I know. Their name are what and when and what and why and when and how and where and who. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള 6 ഹോണസ്റ്റ് മെൻ എന്ന് പറയുന്നത്. വാട്ട്, വൈ, വെൻ, ഹൗ, where and who. ഈ പറയുന്ന 6 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ 5W1Hനെ ലീഡ് പാരഗ്രാഫിൽ വരുന്നത് എന്നുള്ളത്. ഇനിയിപ്പോ ഇത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ആ ഒരു ഉദാഹരണം ഇവിടോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറി, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു സ്റ്റോറി എടുത്തിട്ട് ഈ പറയുന്ന ലീഡ് പാരഗ്രാഫ്, ആ ന്യൂസ് സ്റ്റോറിയുടെ ഹെഡ്ലൈന് താഴെയുള്ള ആ സ്റ്റോറി അതിലുള്ള ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തിട്ട് ഈ 5W1H നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അതാട്ടോ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലുള്ള ആ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളിന്റെ ഒരു ഇതിവൃത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇന്ത്യയുടെ 70ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് അനുബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ വെച്ച് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതും നാഷണലെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതുമാണ് ഇവിടുത്തെ ഇവന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഇവന്റിനെ നമ്മൾ ന്യൂസ് സ്റ്റോറി ആക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ഏത് ന്യൂസ് എലമെന്റാ വന്നിട്ടുള്ളത്? നമ്മുടെ പ്രോമിനൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഇവിടെ പ്രധാനമന്ത്രി എന്തായിട്ട് വരുന്നുണ്ട്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 5W1H എങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് വെൻ, എപ്പോഴാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്? അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഓഫ് കോഴ്സ് ഇത് August 15 ആണ്, മൺഡേ ആണ് ഡേ വരുന്നത്. ആൻഡ് രാവിലെ 8 മണിക്കാണ് എന്ത് അദ്ദേഹം ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നാഷണലിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ വെന്നിനുള്ള ഉത്തരം കിട്ടിയില്ലേ? അതേപോലെ എവിടെ വെച്ചിട്ട് അത് സംഭവം നടക്കുന്നത്? യൂഷ്വലി എല്ലാ കൊല്ലവും
ഇൻഡിപെൻഡൻസ് ഡേയില് അതിന്റെ ആക്ടിവിറ്റീസുകൾ നടക്കുന്നത് റെഡ് ഫോർട്ടിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. സോ ഓഫ് കോഴ്സ് എന്താണ് ഇവിടെ വെച്ചിട്ടാണ്, റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ്. ഇനി അടുത്ത ചോദ്യമാണ് ഹു എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ചിട്ട് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിനും നാഷണൽ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. ഇനി വാട്ട്, ഇവിടെ എന്താ സംഭവം നടക്കണേ? അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേയിൽ എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം? നാഷനെ അഡ്രസ് ചെയ്തുകൊണ്ട് റെഡ് ഫോർട്ടിന്റെ മുന്നിൽ വെച്ച് പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ വലിയൊരു ഓഡിയൻസിന്, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളെ ഒട്ടാകെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ഹൗ എന്ന് പറയുമ്പോ എവിടെ വെച്ചിട്ടാ, അതായത് എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? ഡൽഹിയിലുള്ള ഹിസ്റ്റോറിക്കൽ റെഡ് ഫോർട്ടിൽ വെച്ച് അതിന്റെ മുൻവശങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നാഷനെ അഭിസംബോധന ചെയ്തിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതായത് എന്തിനാണ്, എന്തുകൊണ്ടാണ്, എന്താണ് കാര്യം, ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇനിയും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോറീസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ സ്റ്റോറിയിലും ലീഡ് പാരഗ്രാഫ് ഉണ്ടായിരിക്കും. അതിൽ ഈ പറയുന്ന ന്യൂസ് റൈറ്റിംഗ് പ്രിൻസിപ്പൽസുകളുടെ പ്രസൻസ് ഉണ്ടായിരിക്കും. എലമെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. ന്യൂസ് സ്റ്റോറി എഴുതുമ്പോഴുള്ള എലമെന്റ്സ് ആണ് 5W1H എന്ന് പറയുന്നത്. ഇനി ന്യൂസ് സ്റ്റോറി എഴുതുന്ന സമയത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ദ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂഷ്വലി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് സാധാരണ റൈറ്റിംഗ് പോലെയല്ല, ന്യൂസ് സ്റ്റോറിക്ക് എന്തുണ്ട്, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കാറുള്ളത്, ന്യൂസ് സ്റ്റോറി തയ്യാറാക്കാറുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെൽ ഡിഫൈൻഡ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു സ്ലൈഡില് അതിന്റെ മറുവശത്ത് നിങ്ങൾ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നോർമൽ പിരമിഡ് ഉണ്ടല്ലോ, പിരമിഡ് ഒരു ത്രികോണാകൃതിയിലുള്ള ആ ഒരു പിരമിഡിന് ഒരു മറിച്ചിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ന്യൂസ് സ്റ്റോറി എഴുതാറുള്ളത്. ഈ ന്യൂസ് സ്റ്റോറിനെ നമ്മൾ 3 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. അതായത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിനെ നമ്മൾ 3 ഭാഗമാക്കി മാറ്റാറുണ്ട്. അതിലുള്ള ഫസ്റ്റ് ഭാഗമാണ് എന്ത്, ലീഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതായത് ലീഡിലാണ് ആ ഒരു സ്റ്റോറി ആയിട്ട് അനുബന്ധപ്പെടുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാറുള്ളത്. അതായത് എന്താണ്, 5W1H എന്ന് പറയുന്ന 6 ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കാറുള്ളത്. അപ്രോക്സിമേറ്റ്ലി ഒരു എന്താ പറയാ 30 വേർഡ്സുകളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലീഡ് പാരഗ്രാഫ് നമ്മൾ ആദ്യം കൊടുക്കും. അപ്പൊ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എന്ത്, ഇൻക്ലൂഡിങ് ലീഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തട്ടിൽ വരുന്നത് ബോഡിയാണ്. അതായത് മറ്റൊരു ക്രൂഷ്യൽ ഇൻഫോർമേഷൻ ആണ് വരുന്നത്. അതായത് ആ ഒരു ഇവന്റുമായിട്ട് അനുബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യം വരും, സ്റ്റോറി വരും, എവിഡൻസ് വരും, ബാക്ക്ഗ്രൗണ്ട് വരും, ഡീറ്റെയിൽ വരും, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും പരാമർശിക്കുന്നതൊക്കെ വരുന്നത് ബോഡി പാരഗ്രാഫിലാണ്. ആൻഡ് ദെൻ മൂന്നാമത്തത് വരുന്നത് ടെയിൽ ആണ്. അതായത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇനി എക്സ്ട്രാ ഇൻഫോർമേഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ കൊടുക്കും. വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അത്ര പ്രാധാന്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നമുക്കത് വായിക്കാൻ നേരമില്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലാണ് നമ്മൾ ന്യൂസ് സ്റ്റോറി എഴുതാറുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ബിഗെയിൻ വിത്ത് ലീഡ് ഓർ ഇൻട്രോ പാരഗ്രാഫ്, ഇറ്റ് കണ്ടെയ്ൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ദ മെയിൻ ട്രസ്റ്റ് ഓഫ് ദി ന്യൂസ് ഐറ്റംസ്. അതാണ് നമ്മുടെ 5W1H പറഞ്ഞത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോഡ് ബൈ ബോഡി ഓഫ് ദി സ്റ്റോറി. ഈ ബോഡിയിൽ എന്താണ്, ഫെർദർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും, കുറച്ചുകൂടെ സ്റ്റോറിയെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്, ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആ സ്റ്റോറിയെ കൊടുക്കുന്നു. ആൻഡ് ദെൻ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഇൻട്രോ പാരഗ്രാഫിനെ, ലീഡ് പാരഗ്രാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റാസുകളും ഡീറ്റെയിൽസുകളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, ബോഡി പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ട്. ദെൻ പിന്നീട് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്, ടെയിലിൽ വരുന്നത്.
ഇതൊക്കെ എന്താണ് സൈഡിലൊക്കെ ഞാൻ ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഇലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ സ്റ്റോറീസിന് നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ നമ്മൾ കൊടുക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോറി ഐഡിയാസുകൾ മുകളിൽ വരുന്നു. ദെൻ താഴോട്ട് ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്റ്റോറി ഇങ്ങനെ എൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിന്റെ ബോട്ടം ഭാഗത്ത് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസുകളായിരിക്കും. അപ്പൊ അത്രയും ഓർഗനൈസ് ചെയ്തിട്ടാണ്. ഇപ്പൊ സപ്പോസ് എന്താണ്, നമ്മള് തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എൻഡയർ ആയിട്ടുള്ള സ്റ്റോറീസുകൾ വായിക്കാൻ നേരെ ഇല്ലെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിന്റെ ഒരു ഫങ്ഷൻ തന്നെ അത് തന്നെ ആയിട്ടാണ് വരുന്നത്. അതായത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ സ്റ്റോറി ഐഡിയാസുകൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും അത് മനസ്സിലാക്കി എടുക്കാനും ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ക്ലൈമാക്സ് ആദ്യം വരുന്നതും പിന്നീട് അതിന്റെ താഴോട്ടേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടേക്ക് ഈ ഒരു സ്ലൈഡിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്യുന്ന ഒരു റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 1 or 2 മാക്സിമം 1 or 2 പാരഗ്രാഫിൽ നമ്മൾ ആ ഡാറ്റാസുകൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള കണ്ടന്റുകൾ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ആണ് യൂഷ്വലി കൺവെൻഷനൽ ആയിട്ട് എല്ലാ മാധ്യമങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു റൈറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലീഡ്, ബോഡി പാരഗ്രാഫ് ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈലന്റ് എന്ന് പറയുന്ന ഭാഗം. അതിൽ 5W1H ഫസ്റ്റ് വരുന്നു. ദെൻ അതിനെ ഫെർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ബോഡി പാരഗ്രാഫ് വരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ അതാണ് ഒരു റൈറ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് 3 ഇലുസ്ട്രേഷൻസുകൾ കാണാൻ പറ്റും. പാർട്ട് A, B, C എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു ഇലുസ്ട്രേഷൻസുകള് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് റോലാൻഡ് E. വോളസ്ലിയുടെയും ലോറൻസ് R. ക്യാമ്പലിന്റെയും എക്സ്പ്ലോറിംഗ് ജേർണലിസം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതായത് ഈ 3 തരത്തിലുള്ള റൈറ്റിംഗ് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു ന്യൂസ് പേപ്പറിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരുവിധം എല്ലാ സ്റ്റോറീസുകളും വരുന്നത് എ സ്ട്രക്ചറിലാണ്. അതായത് പിരമിഡ് എ, ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് പിരമിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സമറൈസ് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പിന്നീട് അതിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്ത് പോരുന്ന ഒരു രീതിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിനുള്ളത്. സോ ലീഡ് എന്ത് ചെയ്യുന്നു, സ്റ്റോറിയെ സമറൈസ് ചെയ്യുന്നു. ഗ്രാജുവലി ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിലോട്ട് നമ്മൾ എത്തുന്നു. ഇതാണ് ഇവിടെയുള്ള എ എന്ന് പറയുന്ന ഒരു ഇലുസ്ട്രേഷനിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഒരു ഇലുസ്ട്രേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ആണെങ്കിൽ ഇതിനൊരു പിരമിഡ് സ്ട്രക്ചർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. നമ്മള് യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫീച്ചർ, ആർട്ടിക്കിൾ, ഇതൊക്കെ ഒരു ന്യൂസ് പേപ്പറിൽ വരുന്ന കോണ്ടന്റുകൾ തന്നെയാണ് കേട്ടോ. ഫീച്ചർ ഉണ്ട്, നമുക്ക് ആർട്ടിക്കിൾ ഉണ്ട്, മിഡിൽ ഉണ്ട്, കോളംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള റൈറ്റിംഗ്സുകൾ, എഡിറ്റോറിയൽസുകൾ ഉണ്ട്. ഇത്ര രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു പിരമിഡ് സ്ട്രക്ചറിൽ തന്നെയാണ്. ആദ്യം അതിനൊരു നല്ലൊരു ബിഗിനിങ് ഉണ്ടായിരിക്കും. ഒരു സ്റ്റോറി ഒക്കെ പറയുന്ന ഒരു മെത്തേഡിൽ അത് തുടങ്ങും. ആൻഡ് ദെൻ അതിന്റെ ബോഡി പാരഗ്രാഫിലൂടെ ആ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഉള്ളിൽ ഒരു സസ്പെൻസ് എലമെന്റ്സുകളൊക്കെ വെച്ചുകൊണ്ട് അതിങ്ങനെ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോവുകയും ദെൻ അതിന്റെ ഒരു എൻഡില്, ക്ലൈമാക്സിലാണ് ആക്ച്വലി എന്താണ് അല്ലെങ്കിൽ അതിലുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ന്യൂസ് സ്റ്റോറികളെല്ലാം ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് ന്യൂസ് പേപ്പറിലുള്ള ഫീച്ചേഴ്സ്, ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസുകളൊക്കെ പലപ്പോഴും മൂവ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ പിരമിഡ് സ്ട്രക്ചറിലാണ്. അതിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറിലാണ്, ബി എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് കേട്ടോ. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻവേർട്ടഡ് സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മുടെ
കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇത് ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ന്യൂസ് പേപ്പറിലെ തന്നെ മറ്റ് കോണ്ടന്റുകളായിട്ടുള്ള ഫീച്ചർ, ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസുകളില്, കോളംസുകളിലൊക്കെ പലപ്പോഴും ഈ ഒരു മെത്തേഡ് നമ്മൾ കാണാറുണ്ട്. ആൻഡ് ദെൻ അടുത്ത വരുന്നതാണ് എന്ത്, പിരമിഡ് സി. ഈ സിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ വലിയ സ്റ്റോറിയിലോട്ട് വരുമ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസ് പേപ്പറിൽ ഉൾപേജുകളിലൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റോറിയെ കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ആദ്യം ഒരു ഇൻവേർട്ടഡ് പിരമിഡൽ സ്ട്രക്ചറിൽ, അതായത് ആദ്യം എന്താണ് സംഭവം എന്ന് പറയുകയും പിന്നെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഓർഡറിൽ കൊടുക്കുകയും ദെൻ അതിന്റെ താഴോട്ട് വരുമ്പോൾ അതിനെ പറ്റിയുള്ള നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത്തരം രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ സ്റ്റോറി എഴുതുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. അതായത് ആദ്യം എന്താ സംഭവം എന്ന് കൊടുക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ലൈക്ക് ഇപ്പൊ സപ്പോസ് നമ്മുടെ കോവിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി നമുക്ക് കൊടുക്കാം. കോവിഡ് എന്താണ് ആ ഒരു സംഭവം, കോവിഡ് ലോകത്താകെ എന്താണ് പകരുന്നു അല്ലെങ്കിൽ പടരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. എന്നിട്ട് എന്താണ്, എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന്റെ പ്രോഗ്രസ്സുകൾ എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് ജനങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ള രീതികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നു. ദെൻ താഴോട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മോർ ഇന്റർപ്രറ്റ് ചെയ്യാണ്. അതിനെപ്പറ്റി കുറച്ചുകൂടെ മോർ ഇൻഫോർമേഷൻസുകൾ കൊടുക്കുന്നു, മോർ ഡാറ്റാസുകളെ അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ് പിരമിഡ് സി ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പിരമിഡ് സിയിൽ വരുന്നത്. അപ്പൊ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ആണ് എ വരുന്നത്. അതൊരു യൂഷ്വൽ കൺവെൻഷണൽ സ്റ്റോറി റൈറ്റിംഗ് മെത്തേഡാണ്. പിരമിഡ് ബിയിലോട്ട് വരുമ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷെ അത് ന്യൂസ് സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ടല്ല, മറ്റ് ന്യൂസ് പേപ്പറിലുള്ള മറ്റ് കോണ്ടന്റുകൾ ഇത് ഫോക്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ പിരമിഡ് സിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്റ്റോറി എന്താന്നുള്ളത് മെൻഷൻ ചെയ്യുകയും പിന്നീട് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിന്റെ പ്രോഗ്രസ്സുകളെ പറ്റിയിട്ടും പിന്നെ അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർപ്രിട്ടേഷനുമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, മെൻഷൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിന്റെ ഒരു ഹിസ്റ്റോറി നമ്മളിവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലോട്ട് നമ്മൾ എങ്ങനെ വന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വളരെ ഒരു ഡെപ്ത് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒന്നും പറയാനില്ല. എന്നിരുന്നാലും ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് നമ്മളെ ഈ പറയുന്ന ന്യൂസ്, അതായത് ഒരു 150 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ നോർമലി ഒരു നെറേറ്റീവ് എസ്സേ ഒക്കെ എഴുതുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് ന്യൂസിനും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ടെലഗ്രാഫ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ വാർ ഫേസിൽ നിന്ന് നമ്മൾ ന്യൂസ് റൂമിലോട്ടും മറ്റും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ടെലഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ്, പലപ്പോഴും നമുക്ക് ഇൻഫോർമേഷൻ മിസ്സാവും. അതായത് നമ്മൾ പണ്ടത്തെ പോലെ ഒരു നെറേറ്റീവ് റൈറ്റിംഗ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞ് അവസാനത്തിലോട്ട് കാര്യങ്ങൾ വരുമ്പോ പലപ്പോഴും എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ വിശദാംശങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വാർ കറസ്പോണ്ടൻസുകള് എന്ത് തീരുമാനിച്ചത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം അയക്കാം, പിന്നീട് എന്ത് ചെയ്യാം, വിശദാംശങ്ങളിലോട്ട് പോകാം. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് എന്ത് വന്നത്, ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലോട്ട് വന്നത്. അങ്ങനെ ആവുമ്പോ എന്തുണ്ടാവാം, വളരെ ക്വിക്കായിട്ട് തന്നെ ന്യൂസ് റൂമിലുള്ളവർക്ക് ആ ന്യൂസ് കൈകാര്യം ചെയ്യാൻ പറ്റുകയും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയും അതേപോലെ തന്നെ നമുക്ക് വിവരങ്ങൾ ഒന്നും നഷ്ടപ്പെടാണ്ട് തന്നെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഒന്നും നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ആ മെസ്സേജ് നമുക്ക് പെർസീവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ പറയുന്ന അമേരിക്കൻ സിവിൽ വാറിന്റെ പീരീഡ് മുതലാണ് നമ്മൾ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഒരു പുതിയൊരു സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി അവര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു വാർ ഫേസിൽ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ഈ ടെലഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ നിൽക്കാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവാം. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫോർമേഷൻ എത്തിക്കാം എന്നുള്ള ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് വന്നു, ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലോട്ട് വന്നു. അപ്പൊ ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോ
നമ്മള് എസ്പെഷ്യലി റീഡേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുത്തു നോക്ക്, എത്ര ന്യൂസ് സ്റ്റോറീസുകളാണ് അതിലുള്ളത്. അപ്പോ അതെല്ലാം ഓരോ സ്റ്റോറീസുകളും ഇരുന്ന് വായിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. നമ്മളെല്ലാവരും ബിസി ബിസി ലൈഫുള്ള ആൾക്കാരാണ്, ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. എല്ലാ സ്റ്റോറീസുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ നേരം കിട്ടാറില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം രീതിയിലുള്ള ഒരു റൈറ്റിംഗ്, അതായത് അതിന്റെ ഒരു ഹെഡ്ലൈനും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലീഡ് പാരഗ്രാഫും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോറി ആയിട്ട് നമുക്ക് എന്താന്നുള്ളത് ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോ ഇനി ജേർണലിസ്റ്റുകൾ എസ്പെഷ്യലി സബ് എഡിറ്റേഴ്സിന്റെ കയ്യിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ, ലീഡ് പാരഗ്രാഫിൽ നിന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെഡ്ലൈൻസുകൾ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പേജ് ലേഔട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറീസുകളെ ഈസിലി പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ ഇതിനുണ്ട്. അതും മാത്രല്ല, നമ്മളെ റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോറി വായിക്കണോ വേണ്ടയോ, അത് എത്രത്തോളം ഫുൾ ആയിട്ട് റീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് വരെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ആലോചിക്കുമ്പോ തന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അതായത് ഇത്തരം രീതിയിലുള്ള റൈറ്റിങ്ങിലൂടെ എഴുതുമ്പോ റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനും, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോറി വായിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അവസരം ഈ ഒരു മെത്തേഡ് കൊടുക്കുന്നുണ്ട്. സോ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും മീഡിയ പ്രൊഫഷണൽസ് അക്രോസ് ദ വേൾഡ് കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇതിന് ഗുണങ്ങൾ ഉള്ളത് പോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്രിട്ടിക്സുകളും ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കി എടുക്കാവുന്നതുമാണ്. പലതരത്തിലുള്ള സീനിയർ ജേർണലിസ്റ്റുകളും പ്രൊഫഷണൽസുകളും സ്കോളേഴ്സുകളും ഈ ഒരു മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് ക്രിസ്റ്റഫർ പെസന്റെ എന്ന് പറയുന്ന അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ്, പ്രൊഫസർ ആണ്, ഓഥർ ആണ്. അദ്ദേഹം ഇത്തരം രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ടെക്നിക്സിനെ അദ്ദേഹം പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് റെഗുലർ ആയിട്ടുള്ള പിരമിഡ് ഷേപ്പിലും സ്റ്റോറീസുകൾ എഴുതാം. ഇതൊരു സ്റ്റോറിയാണ്. സി, ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നതും അതൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് തന്നെയാണ്. ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മളോട് കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്, സംസാരിക്കുകയാണ്. അതും ഒരു ഒരു പിരമിഡ് സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് വായിക്കാവുന്നതാണ്, ആ സ്റ്റോറി മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്റ്റഫർ പെസന്റെ പറയുന്നത്. മാത്രല്ല, ഇപ്പോ നമ്മൾ റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്ത് വായിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. ഇവിടെ അതേപോലെ തന്നെയാണ്. ആ ജേർണലിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷൻ വായിക്കാനുള്ള ഒരു ക്ഷമ റീഡേഴ്സിന് ഉണ്ടാവില്ല. കാരണം പലപ്പോഴും കീ പോയിന്റ്സുകളൊക്കെ റീഡേഴ്സ് ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലൂടെ ഫോളോ ചെയ്യുമ്പോൾ വിട്ടുപോവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മള് ബോട്ടം പാരഗ്രാഫില് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സുകൾ അല്ലെങ്കിൽ സ്റ്റോറി ഐഡിയാസുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതും കൂടി ക്രിസ്റ്റഫർ പസന്റെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പൊ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഒരു ഇൻവേർട്ടർ പഴയ രീതിയിലുള്ള പിരമിഡ് സ്ട്രക്ചറിലുള്ള കാര്യങ്ങളിലൂടെയും ന്യൂസ് സ്റ്റോറി എഫക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് നമ്മള് പ്രൊഫസർ വില്യം മേറ്റ്സിനുള്ളത്. നമ്മൾ ഈ വ്യക്തിയെ നമ്മൾ കുറച്ച് മുന്നേ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു ഓവർ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട മെത്തേഡ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ എഴുതണമെന്നൊന്നുമില്ല. ഒരു ഈ പറയുന്ന ഒരു മെത്തേഡ് ഒരിക്കലും ഒരു നാച്ചുറൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് അല്ല. നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ ക്ലൈമാക്സ് ആദ്യം വരില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓൾഡ് ഫാഷൻ മെത്തേഡ് ആണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഒരു പിരമിഡ് സ്ട്രക്ചർ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോ ഇത് കുറച്ചുകൂടെ എന്താണ്, നമ്മൾ ഓവർ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ആ സ്റ്റോറിയുടെ എസെൻസ് നഷ്ടപ്പെടാനും, സ്റ്റോറിയുടെ എസെൻസ് നഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സിലോട്ട് ആ സ്റ്റോറീനെ കംപ്ലീറ്റ്ലി എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വില്യം മെറ്റ്സ് പറയുന്നത്.
അപ്പോ കുറേം കൂടി എന്ത് ചെയ്യാ, നമ്മള് ഫീച്ചറൈസ്ഡ് സ്കെയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പിരമിഡ് സ്ട്രക്ചറിലുള്ള ആ ഒരു സ്കെയില് കുറേം കൂടി എന്താണ് ഫോക്കസ് ചെയ്ത് എഴുതണം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ അഭിപ്രായം പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രൊഫസേഴ്സും മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ഓവർ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട കാര്യമില്ല ന്യൂസ് സ്റ്റോറി റൈറ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മളിപ്പോ ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ഫോക്കസ് ചെയ്യണമെന്നൊന്നുമില്ല. നോർമൽ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ കാര്യങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ, തുടക്കം മുതൽ അവസാനം വരെ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ പറഞ്ഞു കഴിഞ്ഞാലും ഓഡിയൻസ് വളരെ ക്ഷമയോടുകൂടി അത് വായിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഇത് രണ്ടുപേരും. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള ഫീച്ചറൈസ്ഡ് സ്റ്റൈൽ, അതായത് പിരമിഡ് സ്ട്രക്ചറിലുള്ള സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പത്രങ്ങളാണ് ദ ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, US ടുഡേ, ദ വാൾ സ്ട്രീറ്റ് ജേണൽ, ലോസ് ആഞ്ചലസ് ടൈംസ്, ചിക്കാഗോ ട്രിബ്യൂൺ, ഇങ്ങനെയുള്ള പല പത്രങ്ങളും വളരെ ഫേമസ് ആയിട്ടുള്ള US ന്യൂസ് പേപ്പേഴ്സുകളൊക്കെ നമ്മൾ ഈ നേരത്തെ ഇവര് പറഞ്ഞിട്ടുള്ള ഓൾഡ് ഫാഷൻഡ് ഇൻവേർട്ടഡ് പിരമിഡ് റൈറ്റിംഗ് സ്റ്റൈലിനെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ഒരു പിരമിഡ് സ്ട്രക്ചറിലോട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോറി റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ തന്നെയാണ്. സോ അപ്പൊ ഈ പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അതിന്റെ റൈറ്റിംഗ് സ്ട്രക്ചർ ഒക്കെ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റിംഗ് സ്ട്രക്ചർ അനുസരിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലെ ഓരോ ഏരിയകളിലും ഓരോ സ്റ്റേജുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 1 പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഇതുവരെ ഉള്ള യൂണിറ്റിൽ, ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് സമറൈസ് ചെയ്ത് തരാം. നമ്മള് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ ന്യൂസ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസും ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്താണ് ന്യൂസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ന്യൂസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം. സോ ഏറ്റവും ന്യൂ ആയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ സമയബന്ധിതമായി, കൃത്യമായി, കൺസൈസ് ആയി നമ്മളിലോട്ട് എത്തിക്കുന്നതാണ് എന്ത് ന്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് എലമെന്റ്സുകൾ പഠിച്ചു. ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇവന്റിനെ, ഇൻസിഡന്റിനെ ന്യൂസ് ആക്കി മാറ്റുന്ന എലമെന്റ്സുകൾ, ഇൻഗ്രീഡിയൻസിനെയാണ് ന്യൂസ് എലമെന്റ്സ് അല്ലെങ്കിൽ ന്യൂസ് ഡിറ്റർമിനൻസ്, ന്യൂസ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത്. അതിൽ പ്രോക്സിമിറ്റി, ടൈംലിനെസ്, പ്രോമിനൻസ്, കോൺഫ്ലിക്റ്റ്, ഇമ്പാക്ട്, നോവൽറ്റി, എംപതി എന്നൊക്കെ പറയുന്ന കുറച്ച് എലമെന്റ്സുകളെ പറ്റി നമ്മൾ പരാമർശിച്ചു. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂസ് റൈറ്റിംഗ് പ്രിൻസിപ്പൽസ് ആണ്. അതിൽ എന്താണ് ലീഡ് എന്ന് പറഞ്ഞു, ലീഡ് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ലീഡ് എന്നുള്ളതും, ലീഡിൽ 5W1H എന്ന് പറയുന്ന 6 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ന്യൂസ് സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ആണ്. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷണൽ, ഒരു ട്രഡീഷണൽ മെത്തേഡ് ആണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത് ലീഡ് ആണ്. ലീഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. ദെൻ അടുത്തത് വരുന്നത് ബോഡി പാരഗ്രാഫ് ആണ്. ആ ബോഡി പാരഗ്രാഫിൽ നമ്മള് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് എഴുതും. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സാധൂകരിക്കുന്ന ഇൻഫോർമേഷൻസുകളൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും, നമ്മൾ ലീഡിൽ ബോഡി പാരഗ്രാഫിൽ ഉൾപ്പെടുത്തും. ആൻഡ് ദെൻ ലാസ്റ്റ് വരുന്നത് ടൈലാണ്, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ഇത്തരം രീതിയിലുള്ള ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ അതിന്റെ ക്രിറ്റിസിസവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. ഇനി ഇതുമായിട്ട്, ഈ ഒരു യൂണിറ്റുമായിട്ട് എക്സാമിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അതിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ
ദ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇതെന്താന്നുള്ളത് ഇപ്പൊ ഒരു ഓർമ്മയുണ്ടാവും, ആ സ്ട്രക്ചർ നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നുണ്ടായിരിക്കും. ഒരു നോർമൽ പിരമിഡിനെ തല തിരിച്ചിട്ട് ഫസ്റ്റില് 3 സെഗ്മെന്റുകളൊക്കെ ആക്കി മാറ്റി ആദ്യം ലീഡ് നമ്മൾ കൊടുക്കുന്നു, ദെൻ ബോഡി കൊടുക്കുന്നു, ആൻഡ് ദെൻ ടൈൽ കൊടുക്കുന്നു. ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ നമ്മൾ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ആണെന്നുള്ളത് നിങ്ങൾ എഴുതണം. അതുപോലെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലുമായിട്ട് അനുബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അതേപോലെ തന്നെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് അനുബന്ധപ്പെട്ട് വരുന്ന മറ്റ് സ്റ്റൈലുകളെയും ടെക്നിക്സുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്യണം. ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ ദ 5 മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് ന്യൂസ് സ്റ്റോറി. നമ്മൾ ന്യൂസ് സ്റ്റോറിയുടെ എലമെന്റ്സുകൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ന്യൂസ് എലമെന്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 എണ്ണം, അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ ടൈംലിനെസ് എഴുതാം, പ്രോക്സിമിറ്റി എഴുതാം, നോവൽറ്റി എഴുതാം, കോൺഫ്ലിക്റ്റ് എഴുതാം, വെദർ എഴുതാം, പ്രോമിനൻസ് എഴുതാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 5 എലമെന്റ്സുകൾ. ഇപ്പൊ ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ വരുമ്പോ 5 മോസ്റ്റ് എലമെന്റ്സ് എന്നൊക്കെ പറയുമ്പോ നോവൽറ്റിയും അതേപോലെ തന്നെ ഹ്യൂമാൻ ഇൻട്രസ്റ്റഡും ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണാറില്ല. എന്നാൽ ഈ പറയുന്ന ടൈംലിനെസ്, പ്രോക്സിമിറ്റി, പ്രോമിനൻസ്, ഡയമെൻഷൻസ്, വെദർ, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ്, ഇമ്പാക്ട്, ഇത്തരം ന്യൂസ് എലമെന്റ്സുകൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എലമെന്റ്സുകളെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് എഴുതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അടുത്തത് അടുത്തൊരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് എ ലീഡ്, വാട്ട് ഇൻഫോർമേഷൻ ഷുഡ് ഇറ്റ് കണ്ടെയ്ൻ. എന്താണെന്നുള്ളത് അറിയാലോ അല്ലെ? എന്താണ് ലീഡ് എന്നുള്ളത്? ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഒരു ന്യൂസ് സ്റ്റോറിയുടെ. ഒരു ലീഡിലാണ് നമ്മൾ 5W1Hന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ഒരു 25 to 30 വേർഡ്സിലാണ് നമ്മൾ ലീഡ് എഴുതേണ്ടത്. ആ ഒരു ന്യൂസുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കടന്നു വരുന്നത് ലീഡിലാണ്. ലീഡ് എഴുതുക എന്ന് പറയുന്നത് ഒരു സ്കിൽഫുൾ ജോബാണ്. അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഫെർദർ യൂണിറ്റുകളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല തരത്തിലുള്ള ലീഡുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമ്മറി ലീഡ്, നറേറ്റീവ് ലീഡ്, പാരഡി ലീഡ്, ഇങ്ങനെ പല തരത്തിലുള്ള ടൈപ്പ് ഓഫ് ലീഡ്സുകൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ ഇതെന്താണ് ലീഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 5W1Hനെ നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിൽ നമ്മളൊരു ന്യൂസ് സ്റ്റോറി എഴുതുന്ന സമയത്ത് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് ത്രൂ ലീഡിലൂടെയാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു സെഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിൾ യൂണിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ബാക്കി യൂണിറ്റുകളിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. സോ താങ്ക് യു. നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.